SSLC യോഗ്യതയുള്ളവർക്ക് 1 വർഷം കൊണ്ട് ടീച്ചറാകാം. സർക്കാർ, മാനേജ്മെന്റ്, ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് MTTC-യിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ്, ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, കുറ്റ്യാടി. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ച കുറ്റ്യാടി ചെറുപുഴയുടെ സ്നേഹതീരം ഭാഗം മണ്ണുനീക്കി വീതി കൂട്ടാൻ തീരുമാനമായി. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് ജലവിഭവ വകുപ്പാണ് പുഴയുടെ വീതി കൂട്ടൽ ജോലികൾ നിർവഹിക്കുന്നത്. വ്യാപകമായി മണ്ണെടുക്കുന്നതും വീതി കൂട്ടുന്നതും പുഴയ്ക്കും പരിസരങ്ങൾക്കും ഭീഷണിയാവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബുധനാഴ്ച ഉച്ചയോടെ നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞത്. മണ്ണുമാന്തി ഉപയോഗിച്ചാണ് വലിയ തോതിൽ പുഴയിൽ നിന്ന് മണ്ണെടുത്തു നീക്കുന്നത്. തുടർന്ന് ഇന്നും സ്ഥലത്തെത്തിയ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ തർക്കമായി. അത് നിങ്ങൾ പറയുന്ന പോലെ അല്ലല്ലോ, അത് ഗവൺമെന്റ് തെറ്റായിട്ട് ജനകീയമായ രൂപത്തിൽ ഞങ്ങൾ ചെയ്തോ. അത് ഞങ്ങളോട് പറഞ്ഞ കാര്യമില്ല. പുഴയുടെ നിലവിലെ ജലനിരപ്പിനേക്കാൾ 1 ഇഞ്ച് പോലും ആഴത്തിൽ കുഴിക്കില്ലെന്നും പുഴയുടെ സ്വാഭാവിക ഗതിക്ക് തടസ്സം നിൽക്കുന്ന മൺതിട്ടകളും മരങ്ങളും എടുത്തുമാറ്റുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. തുടർന്ന് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ, വൈസ് പ്രസിഡന്റ് TK മോഹൻദാസ്, അംഗം AC അബ്ദുൽ മജീദ് തുടങ്ങിയവർ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരും പ്രദേശവാസികളുമായും സംസാരിച്ചു. പുഴയുടെ ആഴം കൂട്ടില്ലെന്നും കോരിയെടുക്കുന്ന മണ്ണ് സ്നേഹതീരം സ്റ്റേഡിയത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുമെന്നും അവശേഷിക്കുന്നത് മാത്രമേ ലേലം ചെയ്യൂവെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കേരള സർക്കാരിന്റെ പുഴ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ദുരന്ത നിവാരണ സമിതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് കുറ്റ്യാടി പുഴ മണ്ണടിഞ്ഞ് മുഴുവൻ തന്നെ നികന്നുപോയി സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് നേരിട്ട്, മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ഇവിടെ ഈ തട്ടാറണ്ടി താഴ പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയുടെ ഭാഗമായി താൽക്കാലികമായി പണി നിർത്തിവെച്ചെങ്കിലും ഇവിടെയുള്ള സമീപവാസികളെല്ലാം വിളിച്ചുകൂട്ടി ഇറിഗേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, AE തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധിയായിട്ടുള്ള AC മജീദ് എന്നിവരെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് ഇവിടെ യോഗം വിളിച്ചു ചേർത്ത് അവിടെ ജനങ്ങളുടെയും കൂടി വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിലവിൽ ഇവിടെ സ്നേഹതീരം എന്നുള്ള രൂപത്തിലേക്കുള്ള ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന് ചേർന്ന് ഏകദേശം 8 മീറ്റർ സ്ഥലത്തുനിന്ന് മാറി മാത്രം വാട്ടർ ലെവലിൽ മാത്രം മണ്ണെടുത്ത് നീക്കം ചെയ്യാനും ഈ 8 മീറ്റർ വീതിയിൽ പിന്നീട് മണ്ണ് നിക്ഷേപിച്ച് അവിടെ കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിക്കാനും അങ്ങനെ ആ പ്രവൃത്തി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വരുന്ന മണ്ണ് പുറത്ത് സ്റ്റേക്ക് ചെയ്ത് ലേലം ചെയ്ത് പഞ്ചായത്ത് പരസ്യലേലം ചെയ്ത് അതിന്റെ പണം ഡിപ്പാർട്ട്മെന്റിൽ അടക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ ഉദ്ദേശം. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. റൂം ഫോർ റിവർ പദ്ധതി പ്രകാരം ദുരന്ത നിവാരണ നിയമത്തിന്റെ പിൻബലത്തിൽ ടെൻഡറില്ലാതെയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. നിർത്തിവെച്ച ജോലി വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജൻ കണിയേരി അറിയിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ PK ബിജു, TM പ്രസി, ഓവർസിയർമാരായ ദിജേഷ്, നീതു എന്നിവരും പ്രദേശവാസികളായ AK വിജീഷ്, അബ്ദുൽ വഹാബ്, AC സയ്യാഫ്, പട്ടർ ഹമീദ്, പരിസ്ഥിതി പ്രവർത്തകരായ മൊയ്തു കണ്ണങ്കോടൻ, ഊരാൾമണ്ണിൽ മജീദ്, അഷ്റഫ് കൊല്ലാണ്ടി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു.